ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയ ഒരു സർപ്രൈസ് അനിയന് കൊടുക്കാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനായിട്ടാണ് പോകുന്നത്. അവളുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ അവളാണെങ്കിൽ എഴുന്നേറ്റ് വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവളെയും വിളിച്ചിറക്കിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ഫിഷ് ഷോപ്പിലേക്കാണ് പോകുന്നത്. വേറൊന്നിനും അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ഫീമെയിൽ ഫൈറ്ററിനെ വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. കുറേ പ്രാവശ്യം നമ്മളവിടെ പോകുന്നത്, പക്ഷേ സാധനം തീർന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കുമ്പളങ്ങി വഴി ചെന്ന് അവിടെ നിന്നാണ് ഈ ഫിഷിനെ വാങ്ങിയത്. എനിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഷോപ്പിൽ അങ്കിളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ അനിയന് ബ്രീഡ് ചെയ്യിപ്പിക്കാനാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എടുത്തു തന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഒരു കടയിൽ കയറി എനിക്ക് അവൾ ഐസ്ക്രീം മേടിച്ചു തന്നു. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ജോഹാനാണെങ്കിൽ ഇല്ല, അവൻ ട്യൂഷൻ ക്ലാസ്സിൽ പോയേക്കുവാണ്. ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് അവൻ വരുമ്പോഴത്തേക്ക് 7 മണിയാവും. അപ്പോഴത്തേക്ക് അവൻ വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിക്കും നമുക്ക് മീൻ മേടിക്കാൻ പോകാമെന്ന് ചോദിക്കും. ഉറപ്പാണ് ചോദിച്ചിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരു 2 ആഴ്ചയായിട്ട് അവൻ എൻ്റെ പുറകെ നടക്കുക. 2-3 ആഴ്ചയായിട്ട് പുറകെ നടക്കും. അപ്പോൾ എന്തായാലും അവൻ ചോദിക്കും മീൻ മേടിക്കാൻ പോകാൻ. അപ്പം ഞാൻ പറയും വാഷ് ബേസിൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ മേടിക്കാൻ പോകാമെന്ന് പറയും. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് അവൻ വരുമ്പോഴത്തേക്ക് പോകാൻ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും ഇല്ല എനിക്ക് മടിയാവണം നമുക്ക് പിന്നെ പോവാം എന്ന് ഞാൻ പറയും. അപ്പോൾ അവൻ കരയും. അപ്പോഴാണ് നമ്മളിത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. എനിക്ക് മീനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഞാൻ കടയിൽ ചെന്ന് ഫൈറ്ററിനെ മേടിച്ചു. അയ്യാക്കൊന്നും മേടിക്കാൻ വേണ്ടി വാ. ഇല്ല എനിക്ക് മടിയാണ്. വാഷ് ബേസിൻ കഴുകിയിടുവോ? എന്നാ ഇപ്പൊ കഴുകാം എന്നിട്ട് പോവാ. വാഷ് ബേസിൻ കഴുകിട്ടാ പോവാ. നമുക്ക് പിന്നെ പോയാ മതി. ഇന്ന് തന്നെ മേടിക്കണോന്നുണ്ടാ? പോവണ്ടല്ല, രാത്രിയല്ലേ പോവണ്ടല്ല. ഞാൻ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു. ഫുള്ള് കരയാ. ഞാൻ വിചാരിച്ചു നീ റൂമിൽ കൊണ്ടേ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനാണെങ്കിൽ അവൻ്റെ അടുത്ത് ഇവിടെ എൻ്റെ ഒരു ബുഷ് ഇരിപ്പുണ്ട്, ബുഷ് എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞാണ് മോളിലേക്ക് വിടാമെന്ന് വിചാരിച്ചത്. അവനാണെങ്കിൽ അതെടുത്തില്ല. അപ്പോൾ കരഞ്ഞ് താഴെ ബെഡിൽ കിടക്കും. നമുക്കപ്പോൾ ഇതുകൊണ്ട് കൊടുക്കാം. എടാ അടുത്ത് ഞാൻ പറയണല്ല അനുസരിച്ചേക്കണം നീ.